യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം 16-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. നിങ്ങൾ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കാക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഒരു നിമിഷം നമ്മുടെ തലകളെ കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ വണക്കാം. യേശുവേ, നന്ദി സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യപ്പാ. യേശുവേ, ഞങ്ങൾ കടന്നു വന്ന് അപ്പാ വചനത്തിന് മുൻപിലായിരിക്കുന്നു. യേശുവേ, ഞങ്ങളോട് ഇടപെടണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. അപ്പാ വചനത്താൽ ഞങ്ങളോട് ബലപ്പെടുത്തണമേ. നിന്നയോടെ പരിഹാസത്തോടെ പഴുദൂഷ്യോടെ ഞങ്ങളായിരുന്നു. യേശുവേ, ആ അവസ്ഥയിലൊക്കെയും അങ്ങ് ഞങ്ങളോട് ഇടപെട്ടു. യേശുവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ അധികാരപ്പെടുത്തണമേ. യേശുവേ, ഞങ്ങൾ നിലനിർത്തണമേ. യേശുവേ, ദേശമൊക്കെയും ഞങ്ങൾക്ക് അവകാശമാക്കി തരണമേ. യേശുവേ, ഞങ്ങൾ ദാസരല്ല, അങ്ങയുടെ മക്കളാ. യേശുവേ, ഞങ്ങൾ അങ്ങയുടെ മക്കളാ. മക്കളെന്ന അവകാശം, മക്കളെന്ന അധികാരം ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കാക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഹല്ലേലൂയ. ഒരു ടൈറ്റിൽ ഇങ്ങനെ കൊടുത്തു തന്നെ പ്രാർത്ഥിക്കട്ടെ. നിന്നെ വിളിച്ചതെന്തിനെന്ന് ദൈവം വെളിപ്പെടുത്തുവാൻ പോകുക. ഹല്ലേലൂയ. വിളിച്ചു, വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ദൈവാത്മാവ് പറയുക, എന്തിനാണ് നിന്നെ വിളിച്ചത്, എന്തിനാണ് നിന്നെ വേർപെടുത്തി പുറത്തു കൊണ്ടുവന്നത്, എന്തിനാണ് നിന്നെ തിരഞ്ഞെടുത്തത്, അത് വെളിപ്പെടുത്തി തരുവാൻ പോകുക. ഹല്ലേലൂയ. വചനം പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല. ഹല്ലേലൂയ. നമ്മൾ തിരഞ്ഞെടുത്തിട്ടാണോ? അല്ല, യേശുവ നമ്മളെ തിരഞ്ഞെടുത്ത് ഇന്നിതിനകത്ത് കൊണ്ട് ആക്കിയിരിക്കുന്നേ. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും ഒത്തിരി ലോകമുണ്ട്, ലോകപരമായി ഒത്തിരി പേര് ഓടുന്നുണ്ട്. പക്ഷേ അവരുടെ മധ്യേന്ന്, അവരുടെ ദേശത്തു നിന്ന് നീ ഇതിനകത്ത് കടന്നു വന്നായിരിക്കുന്നുണ്ടെങ്കിൽ, നീ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയരേ, ഒന്ന് പറയട്ടെ, തിരഞ്ഞെടുത്തത് കർത്താവാ, തിരഞ്ഞെടുത്തത് കർത്താവാ. നീ തിരിച്ചറിയുവാൻ പോകുക. എന്തിനു വേണ്ടി? ഓ ഹല്ലേലൂയ. വചനം പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും, ഹല്ലേലൂയ, ചോദിച്ചു തുടങ്ങിക്കോ. അതേ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിനക്ക് തന്ന അവകാശങ്ങളെ, മക്കളെന്ന അവകാശത്തെ, ദേശമെന്ന അവകാശത്തെ, കൂട്ടായ്മയോ, ചോദിച്ചു തുടങ്ങിക്കോ. മടി കൂടാതെ നീ ചോദിക്കുവാൻ തയ്യാറെങ്കിൽ വചനം പറയുക, അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഹല്ലേലൂയ. തരുവാനായിട്ട് തന്നെ. ഹല്ലേലൂയ. ഏൽപ്പിച്ച് പറയട്ടെ, കയ്യിലേൽപ്പിക്കുന്നവനാ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ ഒരു വ്യക്തിയെ കാണുവാൻ സാധിക്കുന്നു. അതെ, എബ്രഹാം. ഹല്ലേലൂയ. ഒരു ദേശത്തായിരിക്കാം, ഊരൻ ദേശത്ത്. ഹല്ലേലൂയ. തേരഹന്റെ മകനായ എബ്രഹാം എന്ന പേരുള്ള എബ്രഹാം, അതെ, എബ്രഹാം എന്ന പേരായിരുന്നു അവൻ അപ്പൻ കൊടുത്തിരുന്നത്. അവനെ ദൈവം വിളിച്ചു. ഹല്ലേലൂയ. ഉൽപ്പത്തി 12 ഇങ്ങനെ പറയുന്നു, യഹോവ എബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. എബ്രായർ 11:8 ഇങ്ങനെ പറയുന്നു, വിശ്വാസത്താൽ എബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്ന് പോലും അറിയാതെ ഇറങ്ങി പുറപ്പെട്ടു. ഒന്നുകൂടെ ഏൽപ്പിച്ച് പറയട്ടെ, എവിടേക്കെന്നറിയാതെ, എന്തിനാണ് വിളിച്ചതെന്നറിയാതെ, കേട്ട വാക്ക്, കേട്ട ശബ്ദം, ആ ശബ്ദം തിരിച്ചറിഞ്ഞ് അവൻ അതുവരെ താമസിച്ച ദേശത്തെയും പൃഥുഭവനത്തെയും ഒക്കെ വിട്ട് എവിടേക്കെന്ന് പോലും അറിയാതെ അതേ, കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കുക. നീ നേരെ വെക്കോ, നീ ഇടത്തോട്ട് വെക്കോ, നീ വലത്തോട്ട് വെക്കോ. അത് അവിടെ ഒരു വളവുണ്ട്, അവിടെ കല്ലുണ്ട്, അതുവഴി പോകണ്ട, അവിടെ നിന്നോ. ഹല്ലേലൂയ.
ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക, അവൻ നയിച്ചു കൊണ്ടിരിക്കുക. എങ്ങോട്ട് പോകണം, ഏത് വഴിക്ക് പോകണം? പ്രിയരെ, കേൾക്കുവാൻ തയ്യാറാണോ? ചെവി തുറന്നൊന്ന് കേട്ടേ. നിന്നെ നയിക്കുന്ന, നിന്നോട് സംസാരിക്കുന്ന ആ ശബ്ദം, അതേ പ്രിയരെ, ആ യഹോവയുടെ ശബ്ദം, നിന്നെ നയിക്കുന്ന ആ ശബ്ദം ഞാൻ ഇന്നത് കേട്ടുകൊണ്ടിരിക്കുക. പ്രിയദാസി പറഞ്ഞു, ഹല്ലേലൂയ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഞാൻ തിരഞ്ഞെടുത്ത് വെച്ചിരുന്ന വാക്യമാ, എനിക്ക് ലഭിച്ച ദൂതാത്. ഹല്ലേലൂയ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ, വിശ്വാസത്തോടെ ആയിരിക്കുമെങ്കിൽ നീ അവസ്ഥയെ നോക്കി പ്രവചിച്ചോ, അവസ്ഥയെ നോക്കി പ്രവചിച്ചോ. നിന്നെ തള്ളിയവരെ നോക്കി പ്രവചിച്ചോ. ഞാൻ ഒറ്റയ്ക്കാ, എനിക്ക് മുൻപിൽ ഒത്തിരി പേർ പാളയമിറങ്ങിയിരിപ്പുണ്ട്, എന്നെ തകർക്കുവാനും എന്നെ മുടിക്കുവാനും എന്നെ നശിപ്പിക്കുവാനും എന്നെ നിന്ന പരിഹാസമാക്കിയോ. ദേശത്തിൻ്റെ പേര് പോലും പറയുവാൻ കൊള്ളാത്ത വിധത്തിൽ, ഹല്ലേലൂയ, എന്നെ ഒറ്റപ്പെടുത്തി ഒറ്റയ്ക്കാക്കിയിരിപ്പുണ്ട്. ഞാൻ വിളിക്കുക, എൻ്റെ യഹോവയെ ഞാൻ വിളിക്കുക. അബ്രഹാം വിളിച്ചതുപോലെ, അതെ, മോശ വിളിച്ചതുപോലെ, യേശുവേ, ആ ശബ്ദം നീ ആരാരാധേ ദീപൽ കടകര ബൗഡപരന്തശ വൈഡപരാജ ദീപൽ ബൗഷസ് വൈഡാരാധ ദീപല ബൗഡ. അധികാരത്തോടെ പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ. ദീപൽ ബൗഷസ്. ഹല്ലേലൂയ. അതേ പ്രിയരെ, ഒന്ന് പറയട്ടെ, ഒരു ദൂത് പറഞ്ഞുകൊണ്ട് തന്നെ പോകട്ടെ. ജാതികളുടെ ഇടയിൽ നിന്നും ദൈവം നിന്നെ വേർതിരിച്ച് ചില അവകാശങ്ങൾ കൈമാറുവാൻ പോകുക. ജാതികളുടെ ഇടയിലായിരിക്കുന്നേ, ജാതികളുടെ കെട്ടിനകത്ത് കിടക്കുക. എബ്രഹാമിനെ വിളിച്ചതുപോലെ, അബ്രഹാമിനെ വിളിച്ചതുപോലെ, പിതാവ് കൊടുത്ത പേര്, പിതാവ് കൊടുത്ത ദേശം, ഹല്ലേലൂയ, ചന്ദ്രദേവനെയും ദേവിയെയും ആരാധിക്കുന്ന, വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന പിതാവിൻ്റെ അധികാരത്തോടെ പറയട്ടെ, നിന്റെ പിതാക്കന്മാർ ലോകത്തെ ആയിരിക്കാം ആരാധിച്ചേ, പക്ഷേ എബ്രഹാം ആരാധിച്ചത് സത്യദൈവത്തെ. ഹല്ലേലൂയ. ആ ശബ്ദം അതുകൊണ്ടാകട്ടെ, ആ ശബ്ദം അതുകൊണ്ടാകട്ടെ. എനിക്ക് വിഗ്രഹങ്ങളൊന്നും വിശ്വാസമില്ല, എൻ്റെ പിതാക്കന്മാർ ആരാധിച്ചോട്ടെ, എൻ്റെ ദേശക്കാർ ആരാധിച്ചോട്ടെ, എൻ്റെ ദേശത്തുള്ളവരെ പൊക്കി വെച്ചോട്ടെ. അത് കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയതാ. അത് ഇന്ന് മുതൽ സംസാരിക്കുന്നില്ല. അതിനൊക്കെ വായുണ്ട്, കണ്ണുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ കേൾക്കുന്നില്ല, ആ ശബ്ദം കേൾക്കുന്നില്ല. പക്ഷേ നീതിമാനായ ദൈവം എൻ്റെ ശബ്ദം കേൾക്കുക. പ്രിയരെ, ആ ശബ്ദം കേൾക്കുക. നിന്നെ കാണുന്ന, നിന്നോട് സംസാരിക്കുന്ന, നിന്നെ അറിയുന്ന, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ മണ്ണിലേക്ക് ജീവശ്വാസം മൂതി നിന്നെ വിട്ടിട്ടുണ്ടെങ്കിൽ ആ ശബ്ദവും നീ കേൾക്കുവാൻ പോകുക. ദീപൽ കടകര ബൗഡപരന്തശാര വൈഡാരബലശ. ഹല്ലേലൂയ. പിതാവ് ആരാധിച്ചുകൊണ്ടിരുന്നതിനൊക്കെ വിട്ട് എബ്രഹാം ഇറങ്ങുക. വിളിച്ച വിളി കേട്ട് എങ്ങോട്ടെന്ന് പോലും അറിയാതെ, ഹല്ലേലൂയ, ചുമ്മാതെയല്ല, വിളിച്ചത് മാത്രമല്ല, ചില വാഗ്ദത്തങ്ങളും എബ്രഹാമിൻ്റെ മേൽ ദൈവം പകരുക. ഹല്ലേലൂയ. ഒന്നാമതായി പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതി ആക്കും. ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തമാ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഹല്ലേലൂയ. പിന്നെ പറഞ്ഞു, നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേർ വലുതാക്കും. ഹല്ലേലൂയ. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളിലും, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെടും. പ്രിയരെ, എബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാ, ഒന്നുപോലും ചോർന്ന് കളയാതെ, ഒന്നുപോലും വിട്ട് കളയാതെ കൊടുത്ത വാഗ്ദത്തങ്ങൾ അത്രയും നിറവേറ്റിയവനാ നമ്മുടെ നല്ലവനായ യേശു. വിശ്വസിക്കുന്നു, നിന്റെ മേലും ചില വാഗ്ദത്തങ്ങൾ കിടപ്പുണ്ട്. ആ വാഗ്ദത്തങ്ങൾ ചിലരടുത്ത് കേട്ടിട്ടുണ്ട്, പക്ഷെ പലപ്പോഴും വിട്ട് കളഞ്ഞു പോയിരിക്കുക. നീ ഏറ്റെടുത്തോ, ആ വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്തോ. ദീപൽ ബൗഷസി. ഹല്ലേലൂയ. വാഗ്ദത്തം ഏറ്റെടുത്തത് കൊണ്ട് അബ്രാം എന്ന പേരിനെ യഹോവ മാറ്റുക. ഇന്നു മുതൽ നീ അബ്രാം എന്നല്ല, നിന്റെ പേർ എബ്രഹാം, നീ ബഹുജാതികളുടെ പിതാവ് എന്ന് അറിയപ്പെടും. ചില പേരിന് മാറ്റം കൊടുക്കുക, പേരിന് മാറ്റം കൊടുക്കുക. അന്ന് വരെ നീ കേട്ട പേരാ, നിന്റെ പിതാവ് വിളിച്ച പേരല്ല, നിന്റെ ദേശം വിളിച്ച പേരല്ല. യഹോവ ഒരു പേർ, ദീപൽ കടകരസ് വൗഡപരന്തശ. ഹല്ലേലൂയ. അബ്രഹാം എന്ന നിന്റെ പേരിനെ ഞാൻ മാറ്റുക. ഹല്ലേലൂയ. പ്രിയരെ,
അബ്രാമിൻ്റെ പേര് മാത്രമല്ല മാറ്റിയേ, നിന്നോടൊപ്പം ഉണ്ടായിരുന്ന സാറായിയുടെ പേര് ഞാൻ വെട്ടിക്കുറയ്ക്കുക. ഓ, നിന്റെ കൂടെ ശബ്ദം കേട്ട് ഇറങ്ങിയവളാ, അവളുടെ ഒരു അക്ഷരത്തെ ഞാൻ വെട്ടിക്കുറച്ച്, ഓ സാറാ, ഹല്ലേലൂയ, ഇനി അവൾ സാറാ എന്നറിയപ്പെടും. എബ്രാമിൻ്റെ കൂടെ അതെ എബ്രഹാം എന്ന് വിളിച്ച് ദൈവം വേർതിരിച്ച് സാറായെ സാറാ എന്നും വിളിച്ചു. ഓ ശാരാധാര ദീപൽ ഭവിഷ്യസി, ഹല്ലേലൂയ. ലോകം കൊടുത്ത പേരല്ല, നിന്റെ അപ്പനും അമ്മയും തന്ന പേരല്ല. ഓ, സർവശക്തനായ യഹോവ കൊടുത്ത പേരാ, യഹോവ കൊടുത്ത പേരാ. ആ പേര് ശക്തി കൊണ്ട് കാണണേ, ആ പേര് ശക്തി കൊണ്ട് തിരിച്ചറിയണേ. ഹല്ലേലൂയ. ബഹുജാതികളുടെ പിതാവ്, ഹല്ലേലൂയ. ഈ ജാതികളൊക്കെ നിനക്ക് കീഴ്പ്പെട്ടിരിക്കും. ഹല്ലേലൂയ. നിന്റെ മുൻപിൽ വരുന്നതൊക്കെ നിന്റെ മക്കളായി മാറും. ഹല്ലേലൂയ. ഈ ദേശത്തൊക്കെയും എണ്ണി തിരുവാൻ കഴിയാത്തത്രയും മക്കൾ. ഹല്ലേലൂയ. വാഗ്ദത്തമാ, വാഗ്ദത്തമാ. ഏറ്റെടുക്കുവാൻ തയ്യാറെങ്കിൽ ചില വാഗ്ദത്തങ്ങളെ കർത്താവ് നിറവേറ്റുവാൻ പോകുക. നീ കേട്ട് വിട്ടുകളഞ്ഞ ചില വാഗ്ദത്തങ്ങളുണ്ട്. യേശുവേ, ഞാൻ കേട്ടു, ചില വാഗ്ദത്തങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞു. മക്കളെ എനിക്ക് അവകാശമാക്കി തരും, ഈ ദേശത്തെ എനിക്ക് അവകാശമാക്കി തരുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ദേശത്തുനിന്ന് പുറപ്പെട്ടു പോയി, ആ ദേശത്തുനിന്ന് ഞാൻ ഇറങ്ങി. ഇപ്പോൾ ഞാനൊരു വാടക വീട്ടിലായിരിക്കുന്നു. അവിടെ ഊരും പേരും അറിയാതെ, എന്നെ ആർക്കും അറിഞ്ഞിടാതെ ഒറ്റപ്പെട്ടിരിക്കുക. പ്രിയരേ, നീ ഇറങ്ങി പുറപ്പെട്ട ദേശമാ, നീ കാൽ വച്ച ദേശമാ. നീ അധികാരത്തോടെ കാൽ വെച്ച് ചവിട്ടി പറഞ്ഞോ, ആ ദേശത്തെ നോക്കി പറഞ്ഞോ, എന്നെ അയച്ച ദേശം, ഓ രഥശാര ദീപൽ ബൗഡ വരന്തശ, ആ ദേശത്തെ നിനക്ക് അവകാശമാക്കി തരുവാൻ പോകുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിന്നും കൊടുത്തില്ല വാഗ്ദത്തങ്ങൾ, പിന്നും കഴിഞ്ഞില്ല വാഗ്ദത്തങ്ങൾ. ഹല്ലേലൂയ. ഇസഹാക്കിന് വാഗ്ദത്ത സന്തതിയെ കൊടുത്ത്, ഹല്ലേലൂയ, 99 വയസ്സിൽ, ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കണേ. യഹോവ വിളിച്ചു പറയുക, മമ്രുടെ തോപ്പിൽ വെച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട് പറയുക, നിനക്ക് ഞാനൊരു മകനെ അവകാശമാക്കി തരും. ഹല്ലേലൂയ. അവൻ ചിരിച്ചു കളഞ്ഞു, ചിരിച്ചു കളഞ്ഞു, ചില വാഗ്ദത്തം ചിരിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. സാറായി പുറകിൽ നിന്ന്, അതെ കൂടാരത്തിന്റെ പുറകിൽ നിന്ന് കേട്ടുകൊണ്ട് ചിരിച്ച് തള്ളിക്കളയുക. ഓ, ഞാനോ ഇനി പ്രസവിക്കുവാൻ പോകുന്നേ, യോ എൻ്റെ സമയം കഴിഞ്ഞു പോയി. ഹല്ലേലൂയ. ഞാൻ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു, എൻ്റെ വയസ്സ് ഏറ്റവും, ഓ രാധാശാര ദീപൽ ഭവിഷ്യസി. യഹോവ ചോദിക്കുക, നീ എന്താ ചിരിച്ചു കളഞ്ഞേ, നീ എന്താ ചിരിച്ചു കളഞ്ഞേ? ഓ പ്രിയരെ, നീ ചിരിച്ചു കളഞ്ഞ വിഷയത്തെ യഹോവ നിന്റെ കയ്യിൽ തരുവാൻ പോകുക. നീ ചിരിച്ച് തള്ളിക്കളഞ്ഞ, ഓ രാധാശാരവലസി ദീപൽ ബൗഡ വൈഡാരന്തേ ദീപൽ കടകരസി. ഹല്ലേലൂയ. അതെ, ഇസഹാക്കിനൊരു വാഗ്ദത്തത്തെ ദൈവം കൊടുത്തുവെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ ദൈവം എത്ര വലിയവനാ. കേട്ട വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്നവനാ. കേട്ട വാഗ്ദത്തങ്ങളെ, ഹല്ലേലൂയ, വയസ്സായാലും നരച്ചാലും, രാധാശാരെ ദീപൽ ബൗഡ, നീ തലമുടിയെ നോക്കി പറയുക, തലമുടി നരച്ചു. എൻ്റെ പ്രായത്തെ നോക്കി പറയുക, യോ എൻ്റെ പ്രായം അങ്ങ് ഒത്തിരി കടന്നു. ഓ, നിന്റെ നടക്കുന്ന അവസ്ഥയെ നോക്കി പറയാ, എൻ്റെ കാലുകളിൽ ബലം കുറഞ്ഞു, എൻ്റെ കൈകൾക്ക് പഴയ ആരോഗ്യമില്ല. പക്ഷെ നിന്റെ നാവിനെ, ചിലതിനെ നോക്കി പ്രവചിക്കുവാൻ, ചിലയിടങ്ങളിൽ പ്രവചിക്കുവാൻ ആ നാവിനെ അധികാരപ്പെടുത്തുക, ആ നാവിനെ അധികാരപ്പെടുത്തുക. ഏറ്റെടുത്തോ ആ നാവിന്മേൽ ഒരു അധികാരം, ഒരു പ്രവചനാധികാരം. ഓ യേശുവിൻ നാമത്തിൽ, ഓ രാധാശാരെ ദീപൽ ബൗഡ ഇടപരന്തശാര. നീ ശരീരം നോക്കണ്ട, നീ മുടി തരച്ച മുടിയെ നോക്കണ്ട. ഓ നീ രാധാശാരെ ദീപല ബൗഷ. ഹല്ലേലൂയ. യേശുവേ, ഏൽപ്പിച്ചോ, ഏൽപ്പിച്ചോ. യേശുവേ, കേട്ട വാഗ്ദത്തം, ഞാൻ വിട്ടുകളഞ്ഞ വാഗ്ദത്തം നീ വിട്ടുകളഞ്ഞിട്ടില്ല. ഞാൻ ഒഴിഞ്ഞു പോയ വാഗ്ദത്തം നീ വിട്ടുകളഞ്ഞില്ല. അതെ, ഓ 90 വയസ്സിൽ ഇസഹാക്കെന്നൊരു മകനെ, അനുഗ്രഹീതമായൊരു മകനെ നൽകിയെങ്കിൽ, ഹല്ലേലൂയ, ചിരിച്ചു കളഞ്ഞതാ, ചിരിച്ചു കളഞ്ഞതാ. അവസ്ഥയെ നോക്കി ചിരിച്ചതാ, വാർദ്ധക്യം നോക്കി ചിരിച്ചതാ. ഹല്ലേലൂയ. ചിരിക്കേണ്ട, ചിരിക്കേണ്ട. നീ കേട്ട വാഗ്ദത്തം നീ പ്രാപിക്കാതെ പോകുകയില്ല. നീ കേട്ട വാഗ്ദത്തം, ദീപൽ ഭവിഷ്യസി. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 10-ാം വാക്യം കാണുമ്പോൾ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു. യേശു ശീമോനെ വിളിക്കുക, യേശു ശീമോനെ വിളിക്കുക. ഹല്ലേലൂയ. ശീമോനെ വിളിച്ചിട്ട് പറയുക, നീ ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. ഹല്ലേലൂയ.
പടകിലിരിക്കുന്ന ഹല്ലേലൂയ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിസ്സഹാവസ്ഥയിൽ വന്നിരുന്ന് വല കഴുകുന്ന ശീമോൻ പത്രോസിന്റെ അടുക്കിലേക്ക് യേശു കടന്നു വന്ന് ഒത്തിരി നോക്കണേ, അവിടെ ഒത്തിരി പടകുണ്ടായിരുന്നു. എങ്കിലും യേശു ശീമോന്റെ പത്രോസിലാ കയറിയേ. ഹല്ലേലൂയ ശീമോൻ പത്രോസിന്റെ പടകിലാ കയറിയേ. ആ പടകിൽ കയറി ഹല്ലേലൂയ അവനോട് വാഴത്തിലേക്ക് നീ വല ഇറക്കുവാൻ പറഞ്ഞ് ആ വല നിറച്ചവൻ അവനെ വിളിച്ച് പറയുക, നീ ഭയപ്പെടേണ്ട, നിന്നെ ഹല്ലേലൂയ നീ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാകും. ഹല്ലേലൂയ മത്തായി 16:12 ഇങ്ങനെ പറയുന്നു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഏറ്റെടുത്തോ, നീ പത്രോസ് ആകുന്നു. നിന്റെ വക്ലത്തിൽ അവൻ കയറിയിട്ടുണ്ടെങ്കിൽ, നിന്റെ വള്ളം അവൻ നിറച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യരെ പിടിക്കുന്നവനാക്കാമെന്ന്, ഈ ദേശത്തെ അവകാശമാക്കി തരാമെന്ന് നിന്നോട് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശുവേ ഹല്ലേലൂയ പ്രാപിക്കാതിരിക്കത്തില്ലെന്നേ. പാറമേൽ സഭയെ പണിയുമെന്ന് പറഞ്ഞാൽ അവൻ പണിഞ്ഞിരിക്കും. ഹല്ലേലൂയ യേശുവിൻ്റെ ഒരു വാക്ക് പോലും പാഴായി പോയിട്ടില്ല. യേശുവിൻ്റെ ഒരു വാക്ക് പോലും ഹല്ലേലൂയ അവൻ വിളിച്ചതൊന്നും വെറുതെ ആയി പോയിട്ടില്ല. വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അങ്ങനെ കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. ഹല്ലേലൂയ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി, ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഒരു പദ്ധതി നിറവേറ്റുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. അതെ, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവം അവന് സന്ദർശിച്ചു. ആ ശബ്ദം കേട്ട അന്ന് മുതൽ അവൻ ഹല്ലേലൂയ ആ ശബ്ദം കേട്ട അന്ന് മുതൽ അവൻ യേശുവിൻ്റെ പിന്നാലെ, ആ ശബ്ദത്തിന് പിന്നാലെ, എന്തിനാണ് വിളിച്ചതെന്ന് യേശുവിനോട് ചോദിക്കുക. യേശുവേ, നീ എന്തിനാ എന്നെ വിളിച്ചേ? ഞാൻ ഈ പടിവാതിൽക്കൽ വെറുതെ ഇരിക്കുകയായിരുന്നു, ഞാൻ ഈ പടിവാതിൽക്കൽ മയങ്ങിയിരിക്കുകയായിരുന്നു, പക്ഷെ നിന്റെ ശബ്ദം ഞാൻ കേട്ടു. എന്തിനാണ് നീ എന്നെ വിളിച്ചേ? വെളിപ്പെടുത്തുവാൻ പോകുക, എന്തിനാണ് നിന്നെ വിളിച്ചതെന്ന്. ഹല്ലേലൂയ 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 എന്തിനു വേണ്ടി എന്നെ വിളിച്ചു? ചോദിച്ചേ പ്രിയനെ, ചോദിച്ചേ. നീ വിളിച്ചു, എന്നെ വേർപ്പെടുത്തി കൊണ്ടുവന്നു, ഇന്ന് ഇങ്ങനെ ആക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടി നീ എന്നെ വിളിച്ചു? വിളിച്ച പദ്ധതി എന്നിലൂടെ നിറവേറണം. ഏൽപ്പിച്ച് പറഞ്ഞേ, ആ നെഞ്ചിൽ കരം വെച്ച് പറഞ്ഞേ, യേശുവേ നീ എന്നെ ഹല്ലേലൂയ ദേശത്തിന്റെ മധ്യയിൽ നിന്നും നീ എന്നെ വിളിച്ചു. വിളിച്ചതെന്തിനെന്ന് വെളിപ്പെടുത്തി ആ പദ്ധതിക്കായി എന്നെ ഉപയോഗിക്കണമേ. ഹല്ലേലൂയ ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ ദൈവം നമ്മ കൂടെയുണ്ട്. ഹല്ലേലൂയ അപ്പാ നീ എന്നെ നടത്തുന്നുണ്ട്, തിരിച്ചറിഞ്ഞേ. ഹല്ലേലൂയ എന്നാൽ തിരിച്ചറിയാൻ പോകുക ഈ ദിവസങ്ങളിൽ തന്നെ, ഒത്തിരി ദൂരത്തൊന്നും പോകണ്ട. ഈ ദിവസങ്ങളിൽ തന്നെ പ്രാർത്ഥനയോടെ ആയിരുന്നു. യേശു എന്തിനു വേണ്ടി നിന്നെ വിളിച്ചു? എന്തിനു വേണ്ടി മകനേ മകളെ എന്ന് വിളിച്ചു? ഹല്ലേലൂയ ഭയപ്പെട്ടായിരിക്കുക. ഹല്ലേലൂയ ഭയപ്പെട്ടായിരിക്കുക. ചുറ്റും നിൽക്കുന്നവരെ നോക്കി, ഹല്ലേലൂയ ചുറ്റുപാട് നിൽക്കുന്നവരെ നോക്കി, ഹല്ലേലൂയ പുറകെ നിൽക്കുന്നവരെ കണ്ട് ഭയപ്പെടുക. അതെ, നിന്നെ നോക്കി പറയട്ടെ, നിന്നോട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞത് യഹോവയാ, നിന്റെ മുൻപിൽ നിൽക്കാന്ന് പറഞ്ഞത് യഹോവയാ. ഒരു നിമിഷം നിങ്ങൾ താഴ്ത്തി കേൾപ്പിച്ചാട്ടെ. ആ കണ്ണുകൾ ഒരു നിമിഷം അടഞ്ഞാട്ടെ. യേശുവേ, ഞാൻ എൻ്റെ അങ്ങനെ കാര്യങ്ങൾ തരുന്നപ്പാ. എൻ്റെ പിന്നിൽ ഒത്തിരി പേര് നിൽപ്പുണ്ട്. എൻ്റെ മരണത്തെ കാണുവാൻ, ഞാൻ അവസാനിക്കുന്നത് കാണുവാൻ, ഞാൻ നിന്നയാകുന്നത് കാണുവാൻ. യേശുവേ, എന്നെ തകർക്കുവാൻ തക്കവണ്ണം എൻ്റെ പിന്നിൽ ഒത്തിരി പേർ വ്യാപരിക്കുന്നുണ്ട്. യേശുവേ, ആ സൈന്യത്തെ കണ്ട് ഞാൻ പലപ്പോഴും ഭയപ്പെട്ടു പോയി. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ
നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.